സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. നമ്മളിന്ന് സപ്തമ സ്കന്ധത്തിൽ കടന്നിരിക്കുകയാണ് പ്രിയ കുടുംബാംഗങ്ങളെ. അപ്പം നമ്മൾ എന്താ പറയണതിൽ വെച്ചാൽ സൂര്യ സോമ വംശ രാജാക്കന്മാരുടെ കഥയാണ് ഈ സപ്തമ സ്കന്ധത്തിലെ 1-ാം അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. ചന്ദ്രവംശം, സൂര്യവംശം, രണ്ട് പ്രധാനപ്പെട്ട വംശങ്ങളാണല്ലോ ഉള്ളത് രാജാക്കന്മാർക്ക്. ഇത് രണ്ട് വംശത്തിൽപ്പെട്ട രാജാക്കന്മാരുടെ കഥ വർണ്ണിക്കുന്നു. നമുക്ക് നോക്കാം. സൂതൻ പറയുകയാണ്, നാരദ മഹർഷിക്കുണ്ടായ മായാഭ്രമത്തെ പറ്റി വ്യാസമഹർഷി ജനമേജയ രാജാവിന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ്, ഒരാൾ പറഞ്ഞു ഇങ്ങനെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് ഈ കഥ പോകുന്നത്. അങ്ങനെ സൂതമഹാശയൻ ജനമേജയ മഹാരാജാവിനോട് പറയുകയാണ്, എന്താ പറയണേ, നാരദ മഹർഷിക്കുണ്ടായ മായാഭ്രമത്തെ പറ്റി വ്യാസമഹർഷി ജനമേജയ രാജാവിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ധർമാത്മാവായ ജനമേജയൻ ചോദിക്കുകയാണ്, സ്വാമിൻ, എനിക്ക് സൂര്യവംശജരുടെയും ചന്ദ്രവംശരുടെയും കഥകൾ കേൾക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. ഇദ്ദേഹത്തിന് തന്നെയല്ലേ ആഗ്രഹം. എന്ത് ആയാലും അവർക്ക് നല്ല നല്ല കഥകൾ കേട്ടാൽ മതിയാവില്ല. രണ്ട് വംശത്തിൽ രാജാക്കന്മാർ പരാശക്തിയുടെ ഭക്തന്മാരാണെന്ന് ഞാൻ കേട്ടിട്ടുമുണ്ട്. ദേവീ ഭക്തന്മാരുടെ കഥകൾ കേൾക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ആ കഥകൾ എന്നും അമൃതിന് സമം തന്നെയാണല്ലോ. ഇത് കേട്ട് വ്യാസമഹർഷി പ്രസന്നചിത്തനെ, സന്തോഷായി വേദവ്യാസ മഹർഷിക്ക്. സൂര്യവംശജരുടെയും ചന്ദ്രവംശരുടെയും കഥകൾ ഞാൻ പറഞ്ഞു തരാം. വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നുണ്ടായ ബ്രഹ്മദേവൻ കഠിന തപസ് ചെയ്ത് പരാശക്തിയെ ആരാധിച്ചു. സൃഷ്ടി ചെയ്യുവാനുള്ള വരവും വാങ്ങി. സൃഷ്ടി ചെയ്യുവാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ആദ്യം ബ്രഹ്മാവിന് മർത്യലോകം സൃഷ്ടിക്കാൻ കഴിയാതായിപ്പോയി. മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന്. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? ബ്രഹ്മാവ് 7 മാനസപുത്രന്മാരെ സൃഷ്ടിച്ചു. അവരാണ് മരീചി, അങ്കിരസ്, അത്രി, പുലഹൻ, പുലസ്തൻ, ക്രതു, വസിഷ്ഠൻ. അങ്ങനെ 7 പേര്. ബ്രഹ്മാവിന്റെ രോഷത്തിൽ നിന്നുണ്ടായതാണ് രുദ്രൻ. ദേഷ്യം വന്ന സമയത്താണ് രുദ്രൻ ഉണ്ടായത്. അതുകൊണ്ട് രോദനം ചെയ്തു എന്നാണ് പറയുന്നത്. വടിയിൽ നിന്ന് നാരദനുണ്ടായി. അങ്കുഷ്ഠത്തിൽ നിന്ന് വിരലിൽ നിന്ന് ദക്ഷനുണ്ടായി. മനസ്സിൽ നിന്ന് ആരുണ്ടായത്? സനകാദി മഹർഷിമാരുണ്ടായിരുന്നു. വാമാങ്കുഷ്ഠത്തിൽ നിന്ന് ദക്ഷപത്നിയായ വീരിണിയും ഉണ്ടായി, ഇടത് വിരലിൽ നിന്ന്. എല്ലാ പുരാണങ്ങളിലും വീരിണിയെ ധാരാളം പുകഴ്ത്തുന്നുണ്ട്. വീരിണി പുത്രിയാണ് അസിക്നി. അസിക്നിയിൽ നിന്നുണ്ടായതാണ് ബ്രഹ്മപുത്രനായ നാരദൻ എന്ന് പറയപ്പെടുന്നു. ദക്ഷന് വീരണിയിൽ ഉണ്ടായ പുത്രനാണ് നാരദൻ എന്നിട്ട് സംശയം തോന്നുന്നു. ബ്രഹ്മജ്ഞൻ ബ്രഹ്മപുത്രനായ നാരദൻ എങ്ങനെയാണ് ദക്ഷപത്നിയായ വീരണിയിൽ ജനിച്ചത്? ഇപ്പൊ പറഞ്ഞില്ലേ, ബ്രാഹ്മണൻ മടിയിൽ നിന്നാണ് ഉണ്ടായത്. അത് നാരദൻ. അതെ, നാരദൻ ബ്രഹ്മാവിന്റെ മടിയിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ പറയുന്നു ദക്ഷപത്നിയായ വിരണിയിലാണ് ഉണ്ടായതെന്ന്. ആ കഥ വിസ്തരിച്ച് പറഞ്ഞു തന്നാലും മുനിന്ന് അദ്ദേഹം ചോദിച്ചു. നാരദൻ പൂർവ്വദേഹം ഉപേക്ഷിച്ച് പിന്നീട് വിരണിയിൽ ജനിക്കാൻ എന്താണ് കാരണം? നാരദൻ ആരെങ്കിലും ശപിക്കുകയുണ്ടായോ? ഈ ശപിച്ചാലാണല്ലോ ഇങ്ങനെയൊക്കെ വരുന്നത്. അതാണിപ്പം അദ്ദേഹത്തിന്റെ സംശയം. ബ്രഹ്മാവ് ദക്ഷപ്രജാപതിയോട് ഒരു പ്രജാസൃഷ്ടി ചെയ്യാൻ കൽപ്പിച്ചു. ബ്രഹ്മാവിന്റെ ആജ്ഞപ്രകാരം ദക്ഷൻ ബലിഷ്ഠന്മാരായ 5000 പുത്രന്മാരെ ജനിപ്പിച്ചു. ആ ദക്ഷപുത്രന്മാർ പ്രജാസൃഷ്ടിക്ക് ഒരുങ്ങുന്നത് കണ്ട് നാരദ മഹർഷി ഒരു പുഞ്ചിരിയോടെ അവരോട് ചോദിച്ചു, ഭൂമിയുടെ വലിപ്പം നോക്കാതെ പ്രജകളെ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ വലിയ അപകടമാണ്. നിങ്ങൾ ലോകത്തിന്റെ പരിഹാസത്തിന് പാത്രമായി തീരുമല്ലോ എന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? ദക്ഷപുത്രന്മാരോട് പറഞ്ഞു. ആദ്യം ഭൂമിയുടെ വലിപ്പം നോക്കി വരുവിൻ, എന്നാലേ നിങ്ങൾക്ക് വിചാരിച്ച കാര്യത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞു അദ്ദേഹം. നാരദരുടെ വാക്ക് കേട്ട് ദക്ഷപുത്രന്മാരെ ഹരീശ്വരന്മാർ കുറേ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് നാരദ മഹർഷി. എല്ലാറ്റിനും അവര് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ 4 ഭാഗത്തേക്കും ദക്ഷപുത്രന്മാർ പോയി. പുത്രന്മാർ പോയത് കണ്ട് ദക്ഷന് കോപം വന്നു. ദക്ഷൻ വീണ്ടും പുത്രന്മാരെ സൃഷ്ടിച്ചു. അവര് നാരദരുടെ വാക്ക് കേട്ട് സൃഷ്ടിക്ക് നിൽക്കാതെ സഹോദരന്മാരുടെ വഴിക്ക് തന്നെ പോയി. പുത്രശോകത്താൽ ദക്ഷൻ നാരദനെ ശപിച്ചു.
സൃഷ്ടിക്ക് പുറപ്പെട്ട എൻ്റെ പുത്രന്മാരെ, എന്താണ് നീ ചെയ്തത്? ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചതുകൊണ്ട് നിനക്കും ഗർഭവാസം അനുഭവിക്കാനിടവൻ. ശാപം വേഗം കഴിഞ്ഞു എന്ന് ശപിച്ചു. എന്ന് നീ എൻ്റെ പുത്രനായി ജനിക്കും. ദക്ഷന്റെ ശാപം കൊണ്ടാണ് നാരദന് വിരണിയിൽ ജനിക്കേണ്ടി വന്നത്. ദക്ഷന് പിന്നീട് 60 പുത്രിമാരും ഉണ്ടായി. ദക്ഷന് തൽക്കാല സമാധാനായി. തന്റെ പുത്രിമാർ 13 പേര് ദക്ഷ പ്രജാപതി കശ്യപ പ്രജാപതിക്ക് വെളി കഴിച്ചു കൊടുത്തു. 10 പെൺകുട്ടികളെ ധർമ്മദേവന് കൊടുത്തു. 27 പുത്രി ചന്ദ്രനും വെളി കഴിച്ചു കൊടുത്തു. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ. പിന്നീട് അരിഷ്ട നിയമിക്ക് 4 പെൺകുട്ടികളെയും ഭൃഗു മഹർഷിക്ക് 2 പേരെയും സുത്വാസൻ എന്ന മഹർഷിക്ക് 2 പെൺകുട്ടികളെയും അങ്കിരസിന് 2 പേരെയും വിവാഹം കഴിച്ചു കൊടുത്തു. അവരിൽ നിന്നുണ്ടായ പുത്രന്മാർ മഹാബലവാന്മാരായിട്ടോ. അങ്ങനെ ദേവന്മാരും ദാനവന്മാരും എപ്പോഴും ശത്രുതയിലായിരുന്നു വർത്തിച്ചിരുന്നത്. അവരും രാഗദ്വേഷത്തോടു കൂടിയവരും മായാവിദ്യയിൽ സമർത്ഥരുമായിരുന്നു. അവർ വീരശൂര പരാക്രമികളുമായിരുന്നു. ധർമ്മജ്ഞരായ സൂര്യവംശജാതരായ രാജാക്കന്മാരുടെ കഥകള് പറഞ്ഞു തരൂ എന്ന് പറയുന്നത് കേട്ടിട്ട് പറയാൻ തുടങ്ങി. ദേവർഷി നാരദനിൽ കേട്ട സൂര്യവംശജാതരുടെ കഥകൾ ഞാൻ വിസ്തരിച്ച് പറയാം. ഇതെനിക്ക് എൻ്റെ അറിവൊന്നല്ല, എനിക്ക് വേറൊരാൾ പറഞ്ഞു തന്നതാണ്. ഒരു ദിവസം നാരദ മഹർഷി നാട് ചുറ്റി കാണാനായി ഞാൻ താമസിക്കുന്ന സരസ്വതീ തീരത്തുള്ള എൻ്റെ ശമ്യാപ്രാസം എന്ന ആശ്രമത്തിൽ വന്നു ചേർന്നു. കണ്ട ഉടനെ ഞാൻ അദ്ദേഹത്തെ നമസ്കരിച്ച് യഥാവിധി സൽക്കരിച്ചു, ആസനസ്ഥനാക്കി പൂജിച്ചു. ഞാൻ അടുത്ത് തന്നെ നിന്നു. കുശല പ്രശ്നത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ദേവർഷേ, പൂജനീയനായ അങ്ങന്റെ ആശ്രമത്തിൽ വന്ന കാരണം ഞാൻ ധന്യനായിട്ടോ. 7ാമത്തെ മന്വന്തരത്തിൽ ജനിച്ച രാജാക്കന്മാർ ആരൊക്കെയാണ്? സൂര്യവംശ രാജാക്കന്മാരുടെ കഥകൾ പറഞ്ഞു തന്നാലും എന്ന് ഞാൻ നാരദ മഹർഷിയോട് പറയുകയുണ്ടായി. അവയെല്ലാം തന്നെ അത്യത്ഭുതകരം തന്നെ. വിസ്തരിക്കേണ്ട കഥകൾ വിസ്തരിച്ചും ചുരുക്കി പറഞ്ഞാൽ മതി എന്നുള്ളത് ചുരുക്കിയും പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു. അപ്പൊ പാവനവും ധർമാനുസൃതവുമായ അവരുടെ കഥകൾ ഞാൻ പറഞ്ഞു തരാം. വിഷ്ണുവിന്റെ നാഭിയിലുള്ള പത്മത്തിൽ നിന്ന് ജഗത്കാരണനും സർവജ്ഞനുമായ ബ്രഹ്മാവ് ജനിച്ചു. സൃഷ്ടി ചെയ്യാനായി ബ്രഹ്മാവ് അനവധി കൊല്ലം ദേവിയെ തപസ് ചെയ്തു. ദേവിയുടെ വരദാനം കൊണ്ട് ലഭിച്ച ശക്തി കൊണ്ട് വിധി സൃഷ്ടി തുടങ്ങി. ആദ്യം മാനസപുത്രന്മാരെ സനകാദികൾ സൃഷ്ടിച്ചു. സൃഷ്ടിയിൽ അത്യധികം മികവുള്ള മരീചിയുടെ നല്ല മികവാണ് ഈ മരീചിക്ക് സൃഷ്ടിയിലെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ പുത്രന്മാരിൽ ഏറ്റവും വിഖ്യാതനും സർവസമ്മതനുമായിരുന്നു കശ്യപ പ്രജാപതി. നല്ല നല്ല കുട്ടികളാണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് പറയുന്നു. അദ്ദേഹം ദക്ഷന്റെ പുത്രിമാരെ 13 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു. കശ്യപന്റെ സൃഷ്ടികളാണ് ദേവദാനവയക്ഷന്മാരൊക്കെ. പുരകങ്ങള്, മൃഗങ്ങള്, പക്ഷികള് തുടങ്ങിയവയൊക്കെ എന്ന് പറയുന്നു. ദേവന്മാരിൽ ആദ്യം വിവസ്വാനുണ്ടായി. അദ്ദേഹത്തിന്റെ പുത്രനായി വൈവസ്വത മനു ജനിച്ചു. അദ്ദേഹത്തിന്റെ പുത്രനായി ഇക്ഷ്വാകു സൂര്യവംശം പ്രബലമാക്കി. ഇക്ഷ്വാകു വംശം തന്നെ വലിയ വംശമാണ്. അതിലാണല്ലോ നമ്മുടെ ശ്രീരാമചന്ദ്ര പ്രഭു ഒക്കെ ഉണ്ടായത്. ഇക്ഷ്വാകുവിന്റെ അനുജന്മാരായി 9 പേരുണ്ടായിരുന്നു. അവരാണ് നാഭാഗൻ, ധൃഷ്ടൻ, ശര്യാദി, നരിഷ്യന്തൻ, പ്രാംശു, നൃഗൻ, ദിഷ്ടൻ, കരൂഷൻ, പൃഷ്ഠൻ. മനുവിന്റെ പുത്രനായ ഇക്ഷ്വാകുവിന് 100 പുത്രന്മാരുണ്ടായിത്രേ. അതിൽ മൂത്ത പുത്രനാണ് വികുക്ഷി. അതിൽ പ്രധാനികളും ശൂരന്മാരുമായ 9 പേരുടെ കഥകൾ ചുരുക്കി പറഞ്ഞു തരാം. നാഭാഗപുത്രനായി പ്രതാപവാനും പ്രജാക്ഷേമ തൽപരനുമായ അംബരീഷൻ ജനിച്ചു. അദ്ദേഹം സത്യസന്ധനും ധർമ്മത്തിൽ മാത്രം ചരിക്കുന്നവനുമായിരുന്നു. ദൃഷ്ടനിൽ നിന്ന് ധാർഷ്ഠകനുണ്ടായി. അദ്ദേഹം യുദ്ധത്തിൽ പേടിയുള്ളവനും ബ്രഹ്മകർമ്മരഥനുമായിരുന്നു. ഒരു ബ്രാഹ്മണന്റെ സ്വഭാവമാണ് അദ്ദേഹത്തിന്. ഒരു സാത്വിക ഭാവം, ഒരു രാജസ്വഭാവം ഇല്ല. ശര്യാദിക്ക മക്കളായ ആനർത്തനും സുകന്യ എന്ന മകളും ഉണ്ടായി. ആ പെൺകുട്ടി അന്ധനായ ച്യവനമഹർഷിക്ക് വിവാഹം ചെയ്ത് കൊടുക്കാനുണ്ടായത്. അവളുടെ പാതിവ്രത്യത്തിന്റെ മഹിമ കൊണ്ട് അശ്വിനിദേവന്മാർ ച്യവനമഹർഷിയുടെ അന്ധത തീർത്ത് കൊടുക്കുകയും ചെയ്തു. കുട്ടിയായ സമയത്ത് കളിച്ചു നടക്കുന്ന പ്രായത്തിൽ തോഴിമാരൊത്തിങ്ങനെ കളിച്ചു നടക്കുമ്പം
വലിയൊരു പുറ്റുണ്ടായിരുന്നു. പുറ്റ് കണ്ടു. ആ പുറ്റിൻ്റെ ഉള്ളിൽ 2 നക്ഷത്രം പോലെ എന്തോ ഒരു സാധനം തിളങ്ങുന്നതും കണ്ടു. അപ്പൊ ഇത് കുട്ടികളല്ലേ, എന്തോ ഒരു നമുക്ക് നല്ല വിചാരത്തില് ഒരു കമ്പെടുത്തിട്ട് ആ 2 തിളങ്ങുന്ന സാധനത്തില് കുത്തി. അപ്പൊ അതിന് ചോര വരാൻ തുടങ്ങി. പിന്നെ എല്ലാവർക്കും മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റാണ്ടായി. എല്ലാവരും വയറ് വീർത്തു. അങ്ങനെയൊക്കെ ആയിട്ടാകുമ്പം രാജാവ് ചോദിച്ചു, എന്ത് പറ്റി, ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാത്ത പണിയും ചെയ്തുവോ എന്ന് ചോദിച്ചു. നായാട്ടിനാകുമ്പോ ഈ മോള് അത്ര നല്ല ഇഷ്ടപ്പെട്ട മോളാണ്, അങ്ങനെ കൂട്ടും. അപ്പം മകള് പറഞ്ഞു, യാതൊരു കളവൊന്നും പറഞ്ഞില്ല. അച്ഛാ, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ കമ്പെടുത്തിട്ട് കുത്തിയിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ മോളെ, അത് പോയി നോക്കുമ്പോൾ ചെവന മഹർഷിയാണ് മോളെ. ഇനിയിപ്പം കാക്ക് വീണ്ട് നമസ്കാരം മാപ്പ് ചോദിക്കുമ്പോൾ പറഞ്ഞു, കൊല്ലം ചോദിച്ചിട്ട് കാക്ക് വീണ്ടൊന്നും കാര്യമില്ല. ആരാണോ എന്നെ എങ്ങനെ ചെയ്തത്, അവരെന്നെ ശുശ്രൂഷിക്കാൻ, എനിക്ക് കണ്ണില്ലല്ലോ, എന്നെ ശുശ്രൂഷിക്കാൻ തന്നാ മതി എന്ന്. അപ്പൊ ഈ പൊന്നുമോളെയാണ് ഇപ്പൊ കൊടുക്കേണ്ടത്. ഈ കുട്ടി പറഞ്ഞു, അച്ഛാ സാരമില്ല, ഞാൻ ഇവിടെ അദ്ദേഹത്തിന്റെ പത്നിയായിട്ട് നിന്നോളാം. ചെറിയ കുട്ടി, വയസ്സായ ജവന മഹർഷിയുടെ കൂടെ. അപ്പൊ അതാണ് ഇങ്ങനെ കൊടുക്കാൻ ഇടവന്നത് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് സംശയം തോന്നും, നമുക്കും സംശയം തോന്നിയില്ലേ. ലാവണ്യവതിയായ സുകന്യ അന്ധനായ ജവനമഹർഷിക്ക് കൊടുത്തു എന്ന് കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു. സാമാന്യന ഗുണവും സൗന്ദര്യവും ഇല്ലാത്തവരെയല്ലേ അന്ധനായ ഒരാൾക്ക് കൊടുക്കുക. ശര്യാതി രാജാവ് എന്തുകൊണ്ടാണ് തന്റെ മകൾ അന്ധനായ മഹർഷിക്ക് കൊടുത്തത് എന്ന് ചോദിക്കണം. അപ്പൊ പരീക്ഷത്തിന് ചോദ്യം കേട്ട് വ്യാസമഹർഷി പ്രസന്ന ചിത്തനായ മന്ദഹസിച്ചും കൊണ്ട് പറഞ്ഞു, പരീക്ഷത്തിന്റെ മകനാണ് ചോദിക്കുന്നത്. വൈവസ്വതാപുത്രനായ ശര്യാതി രാജാവ് 4000 രാജകുമാരിമാരെ വേലി കഴിച്ചു അത്രേ. എല്ലാവരും വളരെയധികം സൗന്ദര്യമുള്ളവരും രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടവരുമായിരുന്നു. എന്നാൽ എല്ലാവർക്കും കൂടി ഓമനയായി ഒരു പുത്രിയേ ഉണ്ടായുള്ളതാണ് പരമസങ്കടം. അമ്മമാർക്കും പിതാവിനും വളരെയധികം വാത്സല്യമായിരുന്നു. ഞങ്ങൾക്കല്ല ഒരാൾക്ക് കുട്ടി ഉണ്ടായിട്ടില്ല പറഞ്ഞിട്ട് ആ കുട്ടീനെ കൊല്ലാന്നുള്ള തോന്നലൊന്നും ഇവർക്ക് ഉണ്ടായിട്ടില്ല. അത്ര ഓമനിച്ച് വളർത്തി. ആ പുത്രിയോട് അവരുടെ കൊട്ടാരത്തിനടുത്ത് സുന്ദരമായ ഒരു തടാകമുണ്ട്. അവർക്കൊക്കെ വളരെ വാത്സല്യമായിരുന്നു ആ പുത്രിയോടെന്നാണ് പറഞ്ഞത്. അവരുടെ കൊട്ടാരത്തിനടുത്ത് സുന്ദരമായ ഒരു തടാകമുണ്ട്. അതിൽ കുളക്കോഴികളും മരയന്നങ്ങളും ചക്രവാക പക്ഷികളും നീന്തി കളിക്കുന്നുണ്ടായിരുന്നു. തടാകത്തിൽ 5 തരത്തിലുള്ള താമരകളുണ്ട്. അതിൽ വണ്ടുകൾ മൂളി നടക്കുന്നുണ്ട്. തടാകത്തിന് ചുറ്റും അശോകം, പിച്ചകം, പൊഞ്ചമ്പകം, വാടാംകുറിഞ്ഞി, മുല്ല, മാതളം, പ്ലാവ്, കൊന്ന തുടങ്ങിയ മരങ്ങൾ ഇടതിങ്ങി നിൽക്കുന്നു. അതിന്റെ പ്രതിഫലനം തടാകത്തിൽ പതിക്കുന്നത് കൊണ്ട് തടാകത്തിന് സൗന്ദര്യം ഇരട്ടിയായി തോന്നിക്കുന്നു. മയിലുകൾ പീലി വിടർത്തി നൃത്തം ചെയ്യുന്നുണ്ട്. കുയിലുകളുടെ ശ്രുതിമധുരമായ ശബ്ദം എല്ലാം കൊണ്ടും പറഞ്ഞറിയിക്കാനാവാത്തൊരു സൗന്ദര്യം. ആ പരിസരത്തിന് ഒരു കർണാനന്ദകരവും നയനാനന്ദകരവുമാണ്. ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. ആ സരസിന്റെ തീരത്തൊരാശ്രമത്തിൽ ച്യവനൻ എന്ന തപോധനൻ പ്രാണവായുവിനെയും ജയിച്ച് ധ്യാനം നിമഗ്നായി ജഗദംബയെ ധ്യാനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ധ്യാനാവസ്ഥയിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ ചുറ്റും വള്ളികളും മറ്റും പടർന്നാകെ മൂടി ഒരു മൺകൂമ്പാരം പോലെ തോന്നിച്ചു. പുറ്റുകെട്ടി. ഒരു ദിവസം ശര്യാതി രാജാവ് തന്റെ പത്നിമാരോടും മകളോടും കൂടി ആ തടാകത്തിന്റെ തീരത്തെത്തി. അവരെല്ലാവരും അവിടെ തടാകത്തിൽ ഇറങ്ങി കുളിച്ചുല്ലസിക്കാൻ തുടങ്ങി. സുകന്യ എന്ത് ചെയ്തു? തന്റെ സഖിമാരമൊത്ത് താമരപ്പൂക്കളും മറ്റും തിരഞ്ഞു നടന്ന് ച്യവന മഹർഷി തപസ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് എത്തിപ്പെട്ടത്. അവൾ ആ മൺകുനിൽ മിന്നാമിനിങ്ങിനെ പോലെ എന്തോ മിന്നുന്നത് കണ്ടു. അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവളൊരു മുള്ളെടുത്ത് കുത്താൻ പുറപ്പെട്ടു. പുറ്റിന്റെ ഉള്ളിൽ നിന്ന് മഹർഷി രതിതുല്യായ രാജകുമാരിയെ കണ്ടു. അവളോട് താപസൻ ഉണങ്ങി വരണ്ട തൊണ്ടയോടെ പറഞ്ഞു, വിശാലാക്ഷി, വേഗം ഇവിടെ നിന്ന് പോകൂ. ഞാൻ താപസനാണ്, നീ മുള്ളുകൊണ്ട് ഈ വാൽമീകം കുത്തി കീറരുതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സുകന്യയാകട്ടെ മുനിയുടെ ശബ്ദം കേട്ടതില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യൂല, അത്ര നല്ല കുട്ടിയല്ലേ. അവൾ പുറ്റിന്റെ ഉള്ളിൽ എന്താണ് മിന്നുന്നെന്ന് നോക്കാൻ കയ്യിലിരുന്ന മുള്ള കൊണ്ട് കുത്തിയിട്ട് വേഗം തിരിച്ചു പോവുകയും ചെയ്തു. ച്യവന മഹർഷിയുടെ കണ്ണു പൊട്ടിയില്ലേ. അദ്ദേഹത്തിന് അതിയായ ക്രോധം വന്നു. ആ കോപത്തിന്റെ തീവ്രത കൊണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും പ്രാണൻ സ്തംഭിച്ചു പോയി.
ശര്യാതി രാജാവിനും സൈനികർക്കും എല്ലാവർക്കും ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു. ഇപ്രകാരം സംഭവിക്കാൻ എന്താണ് കാരണമെന്ന് രാജാവ് ആലോചിച്ചു. രാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി മന്ത്രിമാരോടുകൂടി ആലോചിച്ചു. ഇപ്രകാരം സംഭവിക്കാൻ എന്താണ് കാരണം? ഒരു എത്തുംപിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് പറയാണ്. അപ്പൊ ആ തടാകത്തിന്റെ മറുകരയിൽ ഒരു താപസൻ തപസ് ചെയ്യുന്നുണ്ട്. ആ താപസന് ദ്രോഹമായി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിരിക്കും. ആരെങ്കിലും കരുതി കൂട്ടിയോ അറിവില്ലായ്മ കൊണ്ടോ വല്ല തെറ്റും ചെയ്തിരിക്കുമോ ആവോ? രാജാവിന്റെ ചോദ്യത്തിന് സൈനികർ പറഞ്ഞു, ഞങ്ങൾ ആരും മനസാ വാച കർമ്മണ ഒരു തെറ്റും ചെയ്തിട്ടില്ല തമ്പുരാനേ എന്ന് പറഞ്ഞു. ഇനിയിപ്പൊ ഈ കുട്ടി പറയും ഞാനാണ് അച്ഛാന്ന്. ആ ഭാഗം നമുക്ക് നാളെ വർണ്ണിക്കാം. ഇന്നത്തെ ഭാഗം ജഗദംബയുടെയും പൊന്നുതമ്പുരാനായ ഭഗവാന്റെയും പാദത്തിൽ സമർപ്പിച്ച് നമുക്ക് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.